ഭാരതത്തിന്റെ 78ാമത് സ്വാതന്ത്ര്യദിനം സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ വിവിധ പരിപാടികളോടെ സമുചിതമായി ആചരിച്ചു. വടക്കാഞ്ചേരി നഗരസഭയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്നു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ പതാക ഉയർത്തി. നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ സന്ധ്യ കൊടക്കാടത്ത്, SA ആസാദ് തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി KK മനോജ് സന്നിഹിതനായിരുന്നു. നഗരസഭാ ജീവനക്കാർ, കുടുംബശ്രീ അംഗങ്ങൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കാളികളായി. ഭാരതത്തിന്റെ 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ആഘോഷിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. അതിനേക്കാൾ എന്റെ പ്രിയപ്പെട്ട മഹിളാ പ്രധാന ഏജന്റുമാരെ, മറ്റ് സുഹൃത്തുക്കളെ, നേരത്തെ സെക്രട്ടറി പറഞ്ഞതുപോലെ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 78ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. ഇത്തവണ നമ്മൾ ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ വളരെ വിപുലമായ രീതിയിൽ നടത്തേണ്ടതില്ല എന്ന നിർദ്ദേശത്തിന്റെ ഭാഗമായി നമ്മളത് വളരെ ചുരുക്കിയിട്ടാണ്. പക്ഷെ എന്നാലും കഴിഞ്ഞ വർഷത്തേക്കാൾ നമുക്ക് നല്ല പങ്കാളിത്തം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അൻസാർ അഹമ്മദ് പങ്കെടുത്ത് സംസാരിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MK ശ്രീജ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപു പ്രസാദ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, ബ്ലോക്ക് മെമ്പർമാരായ MA നസീബ, പ്രീതി ഷാജു, ബ്ലോക്ക് പഞ്ചായത്തിലെ എല്ലാ ഉദ്യോഗസ്ഥരും VEOമാരും ചടങ്ങിൽ പങ്കെടുത്തു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ പതാക ഉയർത്തി. സ്ഥിരം സമിതി അധ്യക്ഷ സുമന സുഗതൻ, ഗ്രാമപഞ്ചായത്ത് അംഗം NP അജയൻ, ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. രാജ്യത്തിൻ്റെ ഭരണഘടനയും മതനിരപേക്ഷതയും ജനാധിപത്യവും ഒക്കെ സംരക്ഷിക്കാൻ കഴിയുന്ന നിലയിൽ രാജ്യത്തെ ജനങ്ങളാകെ ഒന്നിച്ച് അണിനിരക്കുന്ന പുതിയ കാലഘട്ടത്തിലെ കാഴ്ചയാണ് നാം കാണുന്നത്. തീർച്ചയായും ഈ രാജ്യത്തെ എല്ലാവർക്കും സ്വാതന്ത്ര്യം ലഭിക്കാൻ, എല്ലാവർക്കും അവകാശം ലഭിക്കാൻ, എല്ലാവർക്കും തുല്യനീതി ലഭിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഇനിയും നമ്മുടെ രാജ്യം ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് ഷൊർണൂർ നഗരസഭ. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് പതാക ഉയർത്തി. നഗരസഭ വൈസ് ചെയർപേഴ്സൺ P സിന്ധു, നഗരസഭാ സെക്രട്ടറി PS രാജേഷ്, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കൃഷ്ണകുമാർ, വിദ്യാഭ്യാസ കലാകായിക കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ, വാർഡ് കൌൺസിലർമാരായ സൗമ്യ, ലത, ശരത്, ശോഭന തുടങ്ങിയവരും ആരോഗ്യ വിഭാഗവും നഗരസഭാ ജീവനക്കാരും ഹരിതകർമ്മ സേനാംഗങ്ങളും പങ്കെടുത്തു. വയനാടിലുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലും കേരളത്തിന്റെ, ഇന്ത്യയുടെ, ലോകത്തിന്റെ എല്ലാം ഒരു വലിയ ദുരന്തത്തിന്റെ ഭൂമികയായിട്ട് മാറ്റി. അതിനെ തുടർന്ന് നമ്മൾ കേരളത്തിലാകെ സ്വാതന്ത്ര്യദിന പരിപാടികൾ വളരെ ലളിതവൽക്കരിച്ചുകൊണ്ടാണ് സംഘടിപ്പിക്കുന്നത്. എന്തായാലും 78ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ലോകത്തുള്ള സാധ്യതകളും ഇന്ത്യയിലുള്ള സാധ്യതകളും എല്ലാം നാം പരിശോധിക്കുന്നു. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ സ്വാതന്ത്ര്യദിനം വിപുലമായ രീതിയിൽ ആഘോഷിച്ചു. വടക്കാഞ്ചേരി ഇൻസ്പെക്ടർ ഓഫ് പോലീസ് റിജിൻ M തോമസ് പതാക ഉയർത്തി. തുടർന്ന് മധുര വിതരണവും നടന്നു. സ്വാതന്ത്ര്യത്തിന്റെ 78ാം വാർഷിക ദിനത്തിൽ വരവൂർ ഗ്രാമപഞ്ചായത്തിന്റെയും വരവൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ വരവൂർ ഗ്രാമപഞ്ചായത്തിലെ പാലിയേറ്റീവ് കുടുംബാംഗങ്ങളിൽ നിന്നും 95 വയസ്സിന് മേൽ പ്രായമുള്ളവരെ ആദരിക്കൽ ചടങ്ങ് നടത്തി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേഖ പങ്കെടുത്ത് സംസാരിച്ചു. ബ്ലോക്ക് ഗ്രാമ സ്ഥിര സമിതി അധ്യക്ഷന്മാരായ VG ദീപു പ്രസാദ്, PK യശോദ, മെമ്പർമാരായ പ്രീതി ഷാജു, PS പ്രദീപ്, VK സേതുമാധവൻ, M വീരചന്ദ്രൻ, സജീഷ് VT, പാലിയേറ്റീവ് നഴ്സ് അനിത, PHCയിലെ ആരോഗ്യ പ്രവർത്തകർ, പബ്ലിക് ഹെൽത്ത് വിഭാഗം ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ എന്നിവർ ആദരവ് ചടങ്ങുകളിൽ പങ്കെടുത്തു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മനോജ് സന്നിഹിതനായിരുന്നു.